ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ പപ്പാസ് ഉണ്ടാക്കാം. ചിക്കൻ പപ്പാസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിച്ചത് 1 ടീസ്പൂണും 1 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ചിക്കൻ്റെ മസാലയ്ക്ക് വേണ്ടി 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിക്കയും 3 പച്ചമുളകും 2 ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. മീഡിയം വലിപ്പത്തിലുള്ള 4 സവോള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ചതിന് ശേഷം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 4 ഏലക്കായും 5 ഗ്രാമ്പൂവും കൂടെ ചേർത്ത് പെരിഞ്ജീരകമൊക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 2 പിളർന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇഞ്ചി ഒന്ന് വാടി വരുമ്പോഴേക്ക് അതിൽ നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വഴറ്റി വന്നിട്ടുണ്ട്. ഈ പരുവമാകുമ്പോൾ നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഗരം മസാല 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടികളെല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും മസാലയെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാല് 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നിളക്കി മൂടി വെച്ച് ഒരു വിസിലടിക്കുന്നവരെ വേവിച്ചെടുക്കുക. കറിക്ക് കൂടുതൽ ടേസ്റ്റും കൊഴുപ്പും കിട്ടാനായിട്ട് കുറച്ച് കാഷ്യും കൂടെ നമുക്ക് അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പ് കാഷ്യൂ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ചൂടുവെള്ളത്തിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുതിർന്ന് കിട്ടും. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. സ്റ്റീമെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കാഷ്യൂ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് തേങ്ങയുടെ 1/2 കപ്പ് 1ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വരുമ്പോൾ സ്റ്റൗ ഓഫാക്കുക. ഇനി നമുക്കൊന്ന് താളിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ബ്രൗൺ ആകുമ്പോഴേക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. താളിച്ചത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തണുക്കുന്നതിനനുസരിച്ച് കറി നല്ല തിക്കായിട്ട് കിട്ടും. കാഷ്യൂ അരയ്ക്കുന്നതിന് പകരം 1/4 കപ്പ് തേങ്ങ അരച്ച് ചേർത്താലും മതി. നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ചിക്കൻ സ്റ്റൂവിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് ബ്രെഡ് ആവിയേറ്റി എടുക്കുന്നുണ്ട്. ഒരു ഇഡലി തട്ട് അടുപ്പിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ബ്രെഡും ചിക്കൻ കറിയും നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പപ്പാസ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.